കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മറുവശം ഒന്ന് ചിന്തിച്ചു നോക്കെ, നമ്മെ പിരിഞ്ഞ് കർത്താവ് ഒന്നും ചെയ്യുന്നില്ല, നമ്മിലൂടെ ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഞായറാഴ്ച ഇങ്ങനെ വന്നു പോകുന്ന വിശ്വാസികളായി ജീവിച്ചാൽ ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കോ ആ ബിൽഡിങ്ങിലേക്കോ നമുക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മളിങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം അനേകരിലേക്ക് കർത്താവ് നമ്മളിലൂടെ അത് നൽകി തരും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് എന്നെനിക്കറിയില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ വീട്ടിനകത്തുള്ള ആളുകൾ, നിങ്ങളുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ സഹപ്രവർത്തകരായിരിക്കാം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഇത് നിമിത്തമായി അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങൾ നിമിത്തമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ അടൂരിൽ നിന്ന് സുരേഷ് ബാബു ആൻഡ് നിഷ സുരേഷാണ്. താങ്ക് യു സിസ്റ്റർ ആൻഡ് ബ്രദർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇളയ മകൻ ഡോൺ സുരേഷിൻ്റെ 19ാമത്തെ ജന്മദിനമാണല്ലോ ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ഡോൺ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ മക്കളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അങ്ങേ സ്തുതിക്കുന്നു. തനിക്ക് ആത്മീകവും ശാരീരികവുമായ നന്മകൾ ഉണ്ടാകുവാൻ, മൂത്ത മകൻ ബെന്നിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭാവിയും ആത്മീയ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ്സ് ഈ ആഴ്ചയിൽ എന്ന് വെച്ചാൽ നമുക്ക് മറ്റന്നാൾ മുതൽ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളായിട്ട് സ്പെഷ്യൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. നമ്മുടെ 52 ദിവസത്തെ ഈ പ്രാർത്ഥനയോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ ഒരു പ്രെയർ ഡേ മീറ്റിംഗ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എവിടെയാണെങ്കിലും ആ ഒരു മീറ്റിങ്ങിലേക്ക് കടന്നു വരിക. അനുഗ്രഹങ്ങളാൽ നിറയപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുക. സെപ്റ്റംബർ 4, 5 ഈ 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള യൂത്ത്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പ് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാസം ഒടുവിൽ, അതായത് ഓഗസ്റ്റ് 30-ാം തീയതി പാസ്റ്റർ ഡാമിൻ കോഴിക്കോട് ശുശ്രൂഷിക്കുകയാണ്. എവിടെയാണെങ്കിലും അതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാൻ ദയവായി കടന്നു വരിക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 12 ബുധനാഴ്ച. എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു, ഇന്ന് കാണുന്നവർക്ക്. ഇന്നത്തെ നമ്മുടെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡയറിയിൽ നോക്കുക, പേജ് മറിക്കുക. അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ യൂട്യൂബിൽ കാണുന്നവർ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം. ഇത് ആദ്യമായി കാണുന്നവർ കാണും, ഇപ്പോൾ ലൈവായി കാണുന്നവർ, എൻ്റെ റീപ്ലേ കാണുന്നവർ ഒരുപക്ഷെ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം കണ്ടാലും ശരി, ഇപ്പോൾ ടൈപ്പ് ചെയ്യുക. ഇത് കണ്ടു എന്നതിൻ്റെ ഒരു തെളിവാണ്. ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖയാണ്. ഫോക്കസ് വേഴ്സ് റോമൻസ് 14:12, റോമലേഖനം 14:12. സോ ദെൻ ഈച്ച് ഓഫ് us വിൽ ഗിവ് an account of ourselves to God. നാം ഓരോരുത്തരും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകുന്നു. ഓ മൈ ഗോഡ്, നാം ഓരോരുത്തരും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകുന്നു. ഇന്നത്തെ പ്രഖ്യാപനം, ഡെക്ലറേഷൻ: ഐ വാക്ക് റെസ്പോൺസിബിളി ബിഫോർ ഗോഡ് ആൻഡ് മെൻ. അക്കൗണ്ടബിലിറ്റി സ്ട്രെങ്തൻസ് മൈ ക്യാരക്ടർ. ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ ഉത്തരവാദിത്വത്തോടുകൂടെ നടക്കുന്നു. ഉത്തരവാദിത്വം എൻ്റെ സ്വഭാവത്തെ ശക്തീകരിക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രഖ്യാപനം. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി എല്ലാവരും ദയവായി വായിച്ച് ഇന്ന് തന്നെ ടിക്ക് ചെയ്യുക. അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയുമ്പോൾ, ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കുന്ന ചുമതലാബോധത്തോടു കൂടെയുള്ള ജീവിതം. നമ്പർ 1, വി അൾട്ടിമേറ്റ്ലി ലിവ് ബിഫോർ ഗോഡ്. നാം ജീവിക്കുന്നത് ദൈവം മുമ്പാകെയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ ജീവിക്കുന്നത് ദൈവ മുമ്പാകെയാണ്. കാരണം അവൻ്റെ സൃഷ്ടിക്ക് മറവായി ഒന്നുമില്ല.
അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്യുന്നത്. ദൈവത്തെ കാണാതെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഒളിച്ച് കളിക്കാം. പക്ഷേ ഈ ഹൈഡ് ആൻഡ് സീക്ക് ദൈവസന്നിധിയിൽ വിലപ്പോവില്ല. ദൈവം മുമ്പാകെ എല്ലാം തുറന്നു കിടക്കുകയാണ്. തുറന്ന പുസ്തകം പോലെയാണ്. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് റോമാലേഖനത്തിൽ Paul reminds us that every believer will one day give an account to God. എല്ലാ വിശ്വാസികളും ഒരു ദിവസം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നതാകുന്നു. എല്ലാ വിശ്വാസികളും, നമ്മളെല്ലാവരും. ചിന്തിച്ചിട്ടുണ്ടോ? ഈ വചനം നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിസ് ഈസ് നോട്ട് അബൌട്ട് ഏർണിംഗ് സാൽവേഷൻ. നമ്മുടെ രക്ഷിക്കപ്പെടുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് ഗിവിങ് എൻ അക്കൗണ്ട് ഓഫ് അവർ സ്റ്റുവർഷിപ്പ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ നമ്മളതിനെ മാനേജ് ചെയ്തു എന്ന കാര്യത്തിലാണ് ഈ അക്കൗണ്ടബിലിറ്റി പ്രധാനമായും വരുന്നത്. ഉദാഹരണത്തിന്, കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും അമൂല്യമായ ഒന്ന് സ്വർണ്ണമോ വെള്ളിയോ തങ്കമോ കോഹിനൂറോ ഒന്നുമല്ല, സമയമാണ്. സമയം നാം പാഴാക്കാതെ ഉപയോഗിക്കുന്നുണ്ടോ? നമുക്ക് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റ്സ്, കഴിവുകൾ, കൃപകൾ, കൃപാവരങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അവർ ഓപ്പർച്യൂണിറ്റീസ്. മറ്റൊന്നാണ് അവസരങ്ങൾ. പലവിധ നല്ല അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നു, അത് ഉപയോഗിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ സ്വാധീനം, മറ്റുള്ള സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കുറേ പേരുമായിട്ട് കണക്ഷൻസും സ്വാധീനമുണ്ട്. അത് നല്ല രീതിയിൽ ദൈവത്തിന് വേണ്ടി അവരെ പണിയുവാൻ, അവരെ എൻകറേജ് ചെയ്യുവാൻ, അവരെ ദൈവത്തിലേക്ക് നടത്താൻ, അവരെ എഡിഫൈ ചെയ്യാൻ ഒക്കെ നാം ഉപയോഗിക്കുന്നുണ്ട്. സഭാപ്രസംഗി അഥവാ എക്ലീസിയാസ്റ്റസ് 12:13-14 വായിക്കുമ്പോൾ, സഭാപ്രസംഗി 12-ാം അധ്യായം 13-14 വചനങ്ങൾ, God will bring every deed into judgment. ദൈവം എല്ലാ പ്രവൃത്തികളെയും ന്യായവിധിയിലേക്ക് കൊണ്ടുവരും. ദൈവം സകല പ്രവൃത്തികളെയും ന്യായവിധിയിലേക്ക് കൊണ്ടുവരും. 2 Corinthians 5:10 We must all appear before the judgment seat of Christ. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നാം എല്ലാവരും ഒരു ദിവസം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടവരാകുന്നു. ഇത് ന്യായാസനമാണ്, ന്യായവിധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ശിക്ഷാവിധിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമുക്കാർക്കും ശിക്ഷാവിധിയില്ല. റോമാലേഖനം 8:1 പറയുന്നതനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ജീവിക്കുന്ന ആർക്കും ശിക്ഷാവിധി ഇല്ല. കോണ്ടംനേഷൻ എന്നൊന്നില്ല. പകരം അക്കൗണ്ട് സെറ്റിലിംഗ് ഉണ്ട്. എന്തൊക്കെ നാം ദൈവത്തിൽ സ്വീകരിച്ചു, അതൊക്കെ ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തോ. അക്കൗണ്ട് സെറ്റിലിംഗ് ഉണ്ട്, ന്യായവിധിയുണ്ട്, ജഡ്ജ്മെൻ്റ് ഉണ്ട്. കോണ്ടംനേഷനില്ല. എന്ന് വെച്ചാൽ വിലയിരുത്ത്, വാല്യുവേഷൻ നടക്കും. ഇയാളുടെ ജീവിതം കൊണ്ട് എന്തെല്ലാം ചെയ്തു, ചെയ്തില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വചനത്തിൽ, ഫ്രം എവ്രി വൺ ഹു ഹാസ് ബീൻ ഗിവൺ മച്ച്, മച്ച് വിൽ ബി ഡിമാൻഡഡ്. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കപ്പെടും. കൂടുതൽ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചവർ കൂടുതൽ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടുന്നവരാകുന്നു. എ ലൈഫ് ലിവ്ഡ് ബിഫോർ ഗോഡ്സ് ഐസ് ഈസ് എ ലൈഫ് ലിവ്ഡ് വിത്ത് ഇൻറ്റഗ്രിറ്റി. ദൈവസന്നിധിയിലാണ്, ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിലാണ് എൻ്റെ ജീവിതം എന്ന് മനസ്സിലായി ജീവിക്കുന്നവർക്ക്, അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് വളരെ ഇൻറ്റഗ്രിറ്റിയോടുകൂടെ ദൈവസന്നിധിയിൽ വളരെയധികം സത്യസന്ധതയോടെയും പരമാർത്ഥതയോടെയും ജീവിക്കാൻ കഴിയും. ആ ബോധ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവം എന്നെ കാണുന്നില്ല, ദൈവം ഇല്ല, എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ ജീവിതം, മൈ ലൈഫ് ഈസ് ഇൻ മൈ ഹാൻഡ്സ്, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ല. പക്ഷേ അവരും ചെന്ന് നിൽക്കാൻ പോകുന്ന ഒരു ദിവസം ദൈവം മുമ്പാകെയാണ് എന്ന കാര്യം മറക്കരുത്. ഒരാൾക്കൊരു 10-100 ഏക്കറുള്ളൊരു വലിയൊരു എസ്റ്റേറ്റും ബംഗ്ലാവും അതിൽ കുറേ തോട്ടമൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. ഒരാൾ അവിടെ കെയർ ടേക്കറായിട്ട് ആക്കി വെച്ചു, മാനേജറായിട്ട് ആക്കി വെച്ചു. ആ തോട്ടം അതിലെ തൊഴിലാളികൾ അതിൻ്റെ ആ പ്രോപ്പർട്ടി എല്ലാം നോക്കി നടത്താനും, അതിൻ്റെ കരം അടയ്ക്കണം, ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കണം, അവിടെ എല്ലാത്തിനും വെള്ളം പമ്പ്, എല്ലാവരെയും മാനേജ് ചെയ്യാനായിട്ട് ഒരാളാക്കി വെച്ചു. അങ്ങനെ ആക്കി വെച്ച ഒരാൾ ചെയ്യുന്ന ജോലിയിൽ അയാൾക്കൊരു കാര്യം അറിയാം.
ഇടയ്ക്കിടയ്ക്ക് യജമാനൻ വരുമ്പോൾ, എപ്പോൾ യജമാനൻ വന്നാലും ചോദിക്കും, ജാതിക്ക് എത്ര ഉണ്ടായി, നാളികേരം എത്ര ഉണ്ടായി, അത് വിറ്റിട്ട് എത്ര കാശ് കിട്ടി, ഇനി പുതിയ കൃഷി എന്തൊക്കെ ഇറക്കുന്നത്. ഇതിനെല്ലാത്തിനും അക്കൗണ്ടബിളാണ് അയാൾ. കാരണം അയാളുടെ സ്വന്തമല്ലത്, വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ് ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം ആരും നമുക്ക് സ്വന്തമായി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് ഒന്നും അടിച്ചുകൊണ്ട് പോകാനും പറ്റില്ല. അതുപോലെ തന്നെ തിമോത്തിയോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ഭൂമിയിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാനും സാധ്യമല്ല. എന്തെല്ലാം ഇവിടെ വെട്ടിപ്പിടിച്ചാൽ ഇവിടെ ഇട്ടിട്ട് പോകണം, ഒന്നുപോലും പെട്ടിക്കയറ്റി കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പോൾ നമുക്കൊരു ബോധ്യമുണ്ടാകണം, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ കൈവശം എൻ്റെ എന്ന് പറയുന്നത് ഒന്നും എൻ്റെ അല്ല. കുറേ നാളുകളിലേക്ക് എൻ്റെ ആയുസ്സിൽ, അതും എല്ലാം മുഴുവൻ ആയുസ്സിൽ കാണണമെന്നില്ല, ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് പ്രോപ്പർട്ടിയോ കാറോ വീടോ മറ്റു വസ്തുവകളോ എന്തെങ്കിലുമൊക്കെ തന്നു കാണും. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം, ഞാൻ ദൈവം മുമ്പാകെയാണ് ജീവിക്കുന്നത്, ദൈവമെല്ലാം കാണുന്നു. ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് സ്റ്റുവർഡ്ഷിപ്പ്, നോട്ട് ഓണർഷിപ്പ്. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്, ജീവനെന്ന് പറയുന്നതെല്ലാം ഒരു കാര്യസ്ഥനെ പോലെ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ എന്നുള്ള ബോധ്യം നമുക്ക് വേണം. നമുക്ക് ഉടമസ്ഥാവകാശം ഇല്ല. സകലത്തിൻ്റെ ഉടമ ദൈവമാണ്. നമ്പർ 2, അക്കൗണ്ടബിലിറ്റി പ്രൊട്ടക്ട്സ് ക്യാരക്ടർ. നമ്മുടെ സ്വഭാവത്തെ സംരക്ഷിക്കുന്നത് ഉത്തരവാദിത്വ ബോധ്യമാണ്. ഈ തിരുവെഴുത്ത് നോക്കുകയാണെങ്കിൽ, ബൈബിൾ മൊത്തം എടുത്ത് വായിക്കുമ്പോൾ, മെനി ഫെയിലിയേഴ്സ് ഇൻ സ്ക്രിപ്ചേഴ്സ് ഡിഡ് നോട്ട് ബിഗിൻ വിത്ത് മേജർ സിൻസ്. പലരുടെയും ജീവിതത്തിലുണ്ടായ പരാജയങ്ങളുടെ കാരണമെന്ന് പറയുന്നത് അതിഭയങ്കരമായ ഭീകരമായ പാപങ്ങളല്ലായിരുന്നു. ദ ബിഗാൻ വെൻ പീപ്പിൾ സ്റ്റോപ്ഡ് ഇൻവൈറ്റിംഗ് കറക്ഷൻ. ജീവിതത്തിൽ തെറ്റുകൾ തിരുത്തുവാനുള്ള മനസാന്നിധ്യം കാണിക്കാത്തത് നിമിത്തമാണ് പലർക്കും പല പരാജയങ്ങളുണ്ടായത്. പ്രൈഡ് അവോയ്ഡ്സ് അക്കൗണ്ടബിലിറ്റി. പലരും പറയില്ലേ, എനിക്ക് ആരെയും ബോധിപ്പിക്കാനില്ല എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആരുടെ അടിമയല്ല, എനിക്ക് ആരും എന്നെ ചോദ്യം ചെയ്യണ്ട എന്ന് പറയുന്നത്, ഞാനൊരു കൊലക്കൊമ്പനാണ്, എൻ്റെ അടുത്തേക്കും ആരും വരേണ്ട ആവശ്യമില്ല, എൻ്റെ ജീവിതം ഞാൻ ജീവിക്കും, എനിക്ക് ആരോടും ഒരു അക്കൗണ്ടബിലിറ്റിയുമില്ല. പാരൻസിനോടില്ല, വൈഫിനോടില്ല, അല്ലെങ്കിൽ ഭർത്താവിനോടില്ല, വീട്ടുകാരോടില്ല, ചർച്ചിനോടില്ല, ആരുടെയും അടിമയല്ല ഞാൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സിനെ കാണാം. വലിയ ഡേഞ്ചറാണ് സമൂഹത്തിൽ. കാരണം അവർക്ക് ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല. അവർ ഏകാധിപതികളെ പോലെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് അങ്ങ് ജീവിക്കും. സമൂഹത്തിൽ തന്നെ വലിയ വിപത്താണ് അങ്ങനെയുള്ള ആളുകൾ വരുത്തി വെക്കാൻ പോകുന്നത്. പ്രൈഡ് അവോയ്ഡ്സ് അക്കൗണ്ടബിലിറ്റി. പലപ്പോഴും നമ്മൾ ഉത്തരവാദിത്വ ബോധമില്ലാത്തവരായി ജീവിക്കാൻ കാരണം നമ്മുടെ അഹങ്കാരമാണ്. എനിക്ക് ആരുടെ മുമ്പിൽ താഴേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്. വിസ്ഡം വെൽക്കംസ് ഇറ്റ്. എന്നാൽ ജ്ഞാനമുള്ളവർ അക്കൗണ്ടബിലിറ്റിയെ വെൽക്കം ചെയ്യും. എന്ന് പറഞ്ഞാൽ, ഞാൻ പലർക്കും കടപ്പെട്ടവനാണ്, ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ്, പലരോടും ഞാൻ ആൻസറബിളാണ് എന്ന ബോധ്യത്തിലായിരിക്കും അവർ ജീവിക്കുന്നത്. സദൃശവാക്യങ്ങൾ 12:15. ദ വൈസ് ലിസൺ ടു അഡ്വൈസ്. ദ വൈസ് ലിസൺ ടു അഡ്വൈസ്. ജ്ഞാനികളായിട്ടുള്ളവർ ഉപദേശത്തെ കൈക്കൊള്ളും. സദൃശവാക്യങ്ങൾ 27:17. ആസ് അയൺ ഷാർപ്പൺസ് അയൺ, സോ വൺ പേഴ്സൺ ഷാർപ്പൺസ് അനദർ. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നത് പോലെ പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മൂർച്ച കൂട്ടുന്ന, അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടാണ് വരുന്നത്. എബ്രായലേഖനം 3:13 എൻകറേജ് വൺ അനദർ ഡെയിലി സോ ദാറ്റ് നൺ ഓഫ് യു മേ ബി ഹാർഡൻഡ് ബൈ സിൻ. ഇവിടെ പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രബോധിപ്പിക്കണം, അല്ലെങ്കിൽ ഉത്സാഹിപ്പിക്കണം. അതുകൊണ്ട് ആരും പാപത്തിൽ കഠിനപ്പെട്ടു പോകാതിരിക്കാൻ. അതായത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരിൽ, വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ, വിശ്വാസികളെന്ന് പറയുന്നവർ, ഇതിൽ തന്നെ ബോൺ അഗെയിൻ രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പോലും പലർക്കും ഈ ഞായറാഴ്ച സഭയുമായൊരു കോണ്ടാക്റ്റ് അല്ലാതെ, കൂട്ടായ്മയുമായി ഒരു ബന്ധവും അവർക്കില്ല. ഓൺലൈൻ അതൊക്കെ കാണും, വായിക്കും, പിന്നെ അടുത്ത ഞായറാഴ്ച പോകും, എല്ലാ ഞായറാഴ്ചയും പോകും, സ്തോത്ര കാഴ്ചയിടും,
അങ്ങനെ പോരും. അങ്ങനെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു ജീവിതമല്ല ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ബോഡിയാണെന്ന് പറഞ്ഞിരിക്കും. ഒരു ബോഡി. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ മൊത്തം ബോഡി ഒരു യൂണിറ്റായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ഇടത്തെ കൈ വീട്ടിൽ വെച്ചിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇടത്തെ കൈ പറയണം ഇന്ന് എനിക്ക് വയ്യ, ഞാൻ വീട്ടിലിരിക്കട്ടെ, ബാക്കി എല്ലാം ഉണ്ടല്ലോ, പോയിട്ട് പോവാ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ഊരി അവിടെ വെക്കാൻ പറ്റുമോ? ഞാൻ പോകുന്നിടത്തല്ല എൻ്റെ മൊത്തം ബോഡിയാണ് പോകുന്നത്. ഇതുപോലെ തന്നെ ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം ഫങ്ഷൻ ചെയ്യണം. അതല്ലാതെ ഒന്ന് വേർവിട്ട് മാറിയിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കൂട്ടായ്മയിൽ അടുത്തിരിക്കാൻ, കൂടെ കൂടെ അത് ചെയ്യാൻ, നാളെടുക്കും തോറും കൂടുതൽ ചെയ്യാനൊക്കെ അപ്പോസ്തലൻ പറയുന്നത്. ഇവിടെ പറയുന്നത് എബ്രായ ലേഖനം 3:13 പറയുന്നത് എൻകറേജ് വൺ അനദർ വീക്ക്ലി, നോ മന്ത്ലി, നോ ഓൾട്ടർനേറ്റ് ഡേയ്സ്, നോ ഡെയിലി. എല്ലാ ദിവസവും, എൻ്റെ അർത്ഥം എല്ലാ ദിവസവും വിശ്വാസ സമൂഹവുമായി നമുക്ക് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കണം, കൂട്ടുവേണം. അങ്ങനെ നിങ്ങളിൽ ആരും പാപത്താൽ കഠിനപ്പെട്ടു പോകരുത്. ആ ഒരു റീസണാണ് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ്, അല്ലെങ്കിൽ പാപത്തിൽ വീണു പോകും. കണ്ണു തുറപ്പിക്കുന്നൊരു കാര്യം പറഞ്ഞോട്ടെ, ഗാഡ് ഓഫ്റ്റൻ പ്രൊട്ടക്ട്സ് us ത്രൂ ഗോഡ്ലി റിലേഷൻഷിപ്സ്. ദൈവികമായ ബന്ധങ്ങളിലൂടെയാണ് ദൈവം നമ്മെ സംരക്ഷിക്കുന്നത്. ഇതില്ലെങ്കിൽ, ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, ഇത്രയും വർഷമായി ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വന്നിട്ട് ഇന്ന് വരെ കൂട്ടായ്മ വിട്ടുള്ളൊരു പരിപാടി എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും കൂട്ടായ്മയുടെ അകത്തുണ്ടായിരിക്കും. ഒറ്റയ്ക്കായി പോകുന്ന ഒരു പരിപാടി എൻ്റെ ലൈഫിലില്ല. എപ്പോഴും ദൈവമക്കളും ദൈവദാസന്മാരും സഭാജനങ്ങളും ഒക്കെ ഉൾപ്പെട്ട ആ സിസ്റ്റത്തിൻ്റെ അകത്ത്, ആ ബോഡിയുടെ അകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്നെ തന്നെ മുറിച്ച് മാറ്റുന്നില്ല. മാറ്റാൻ ധൈര്യം എനിക്കില്ല. ഇത്രയും വർഷമല്ല, കുറച്ച് വചനമൊക്കെ അറിയാമല്ലോ, ഇനി നമുക്കങ്ങ് ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിച്ചാൽ പോരെ. നോ, അങ്ങനെ ഒന്ന് ബൈബിളിൽ ഇല്ല. ഇത് കർത്താവ് പോലും അത് ചെയ്യുന്നില്ല. നമ്മെ പിരിഞ്ഞ് കർത്താവ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കർത്താവിന് നമ്മുടെ വല്ല ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടോ? എങ്കിൽ പോലും കർത്താവ് പറഞ്ഞ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മറുവശം ഒന്ന് ചിന്തിച്ചു നോക്കേ, നമ്മെ പിരിഞ്ഞ് കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. നമ്മിലൂടെ ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ആ കൂട്ടായ്മയും കണ്ടോ? ഇതാണ് പലപ്പോഴും പലർക്കും അബദ്ധം പറ്റുന്നത്. പലരും ഞായറാഴ്ച ഇങ്ങനെ വന്നു പോകുന്ന വിശ്വാസികളായി ജീവിച്ചാൽ ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കോ ആ ബിൽഡിങ്ങിലേക്കോ നമുക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. പർവ്വതാരോഹണം ഒക്കെ ചെയ്യുന്ന ആളുകൾ കണ്ടു കാണും, ഒരു സേഫ്റ്റി ബെൽറ്റ്, ഒരു സേഫ്റ്റി റോപ്പ് അവരൊരു സ്ഥലത്തേക്ക് കെട്ടിയിരിക്കും. ഞാൻ 10-32 വർഷമായി പരിപാടി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കയറിപ്പോവുകയല്ല. അവർക്കൊരു സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ കെട്ടിടങ്ങളിലൊക്കെ മുകളിൽ പോയി വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതുപോലെ ഒരു സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിക്കും. നമ്മുടെ ചർച്ചിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ പല കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ വളരെ നിർബന്ധം പിടിക്കും പണിക്കാരോട്, നിങ്ങൾ മുകളിൽ കയറി വർക്ക് ചെയ്യുവാണെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചിരിക്കണം, നിർബന്ധമാണ്. എത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും ശരി, നിങ്ങൾ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചിരിക്കണം. ഇത് തന്നെയാണ് കൂട്ടായ്മക്കകത്തുള്ള നമ്മുടെ ബന്ധങ്ങൾ. ഏതെങ്കിലും ആരോടെങ്കിലുള്ള ബന്ധമല്ല പറയുന്നത്. നല്ല ആത്മീയരായ ആളുകളുമായി നമ്മളെപ്പോഴും കണക്റ്റഡായിട്ട് തന്നെ നിൽക്കണം. അത് ഞായറാഴ്ച അല്ല, എവ്രി ഡേ കണക്ഷൻ ഉണ്ടായിരിക്കണം. ഹെൽത്തി അക്കൗണ്ടബിലിറ്റി ഈസ് പ്രൊട്ടക്ഷൻ, നോട്ട് പണിഷ്മെൻറ്റ്. ആരോഗ്യപരമായ ഉത്തരവാദിത്വബോധവും ഫെലോഷിപ്പും ഒക്കെ വലിയ സംരക്ഷണമാണ് നമുക്ക് നൽകുന്നത്. അതൊരിക്കലും ഒരു ശിക്ഷയായിട്ട് കണക്കാക്കരുത്. നമ്പർ 3, അക്കൗണ്ടബിലിറ്റി പ്രൊഡ്യൂസേഴ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ഹിഡൻ പ്ലേസസ്. മറഞ്ഞിരിക്കുന്ന ഒളിവിടങ്ങളിൽ പോലും ഈ ഉത്തരവാദിത്വബോധം ഉളവാക്കുന്നത് വലിയ വിശ്വസ്തതയാണ്. ഒളിവിടങ്ങളിൽ പോലും, ആരും കാണാത്തപ്പോൾ പോലും ഈ അക്കൗണ്ടബിലിറ്റി നേച്ചർ ഉണ്ടെങ്കിൽ ഭയങ്കരമായ വിശ്വസ്തത അതിലൂടെ ഉണ്ടാകും. ട്രൂ ക്യാരക്ടർ ഈസ് റിവീൽഡ് വെൻ നോ വൺ എൽസ് ഈസ് വാച്ചിങ്. ആരും നമ്മെ കാണാതിരിക്കുമ്പോൾ, വീക്ഷിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത്. ജോസഫ് റിമെയിൻഡ് പ്യുവർ ഇൻ ഈജിപ്റ്റ്. ജോസഫ് തൻ്റെ ചേട്ടന്മാരില്ല, അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല, വീട്ടുകാരും കാണാത്തൊരു വിദേശ രാജ്യത്ത്, അറിയാവുന്ന ഒരു മനുഷ്യൻ പോലും അവിടെയില്ല. അവിടെ പോലും ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് വളരെ വിശുദ്ധിയിൽ, നിർമ്മലതയിൽ ജീവിച്ചു. ഡാനിയൽ കണ്ടിന്യൂഡ് പ്രേയിങ് ഇൻ ബാബിലോൺ.
ബാബിലോൺ നാട്ടിൽ, യെരുസലേമിലല്ല, ഇസ്രായേലിലല്ല, പള്ളിയില്ല അവിടെ, ദേവാലയമില്ല, ഇല്ലാത്ത സ്ഥലത്ത് പോലും അവൻ എന്നിട്ടും പ്രാർത്ഥിച്ചു. നമ്മളിവിടെ നിന്നൊക്കെ പഠിക്കാൻ ഒത്തിരി വിദ്യാർത്ഥികൾ പല രാജ്യങ്ങളിൽ പോകും, ജോലി ചെയ്യാൻ പല രാജ്യങ്ങളിൽ പോകും. അവിടെ മലയാളികളും ഇന്ത്യക്കാരും ആരുമില്ലാത്ത സ്ഥലത്ത് അതൊരു ലൈസൻസായി വിചാരിച്ച് പല പല ബന്ധങ്ങളിലും പാവങ്ങളിലൊക്കെ ജീവിക്കാൻ ഒരുപക്ഷെ ഒത്തിരി ഫ്രീഡം കാണും. പക്ഷേ ഓർക്കണം, നാം ഭൂമിയുടെ അറ്റത്ത് എവിടെ പോയാലും ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പാകെയാണ് ജീവിക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരും അടുത്തില്ലായിരിക്കാം. പലരെക്കുറിച്ചും പല കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. നാട്ടിലൊരു മുഖം, പക്ഷേ വിദേശ രാജ്യത്തെ വേറെ മുഖവും വേറെ ബന്ധങ്ങളുമായി ഒക്കെ ജീവിക്കുന്ന പലരുമുണ്ട്. വെരി ഡേഞ്ചറസ്. ഒരു ദിവസം ഇതെല്ലാം കൂടെ പുറത്തേക്ക് വരും, ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. 139 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ദാവീദ് പറയുന്നു, ദൈവമേ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ കാണുന്ന എൻ്റെ നിരൂപണങ്ങളൊക്കെ നീ ദൂരത്ത് നിന്നും മനസ്സിലാക്കുന്ന, നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല. കർത്താവെ, ഈ പരിജ്ഞാനം എനിക്ക് എത്ര ഭയങ്കരമായിരിക്കുന്നു. ഈ ഒരു അറിവ്, അവബോധം, ദൈവമെല്ലാം കാണുന്നു, ദൈവം എന്നെ എവിടെ വെച്ചും കാണുന്നു, ഒറ്റയ്ക്കുള്ളപ്പോഴും ജനക്കൂട്ടത്തിനും നടുവിലും വീട്ടിലും നാട്ടിലും എല്ലാം ദൈവം എന്നെ കാണുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ട്. ഇതൊരു വല്ലാത്തൊരു ഭയത്തിന് വേണ്ടിയിട്ടല്ല, അക്കൗണ്ടബിലിറ്റി. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 22 മുതൽ 24 വരെ വായിക്കുമ്പോൾ, വർക്ക് സിൻസിയർലി ബിക്കോസ് യു ആർ സെർവിങ് ദ ലോർഡ്. എന്ത് ജോലി ചെയ്താലും വലിയ പരമാർത്ഥതയോടുകൂടി ചെയ്യുക. കാരണം ദൈവത്തെയാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നത്, അഥവാ സേവനം ചെയ്യുന്നത്, അഥവാ ശുശ്രൂഷിക്കുന്നത്. ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ടീച്ചേഴ്സും അതുപോലെ ഗവൺമെൻറ് കോളേജിലുള്ളവരും IT ആയാലും പോളിടെക്നിക്കിലും പഠിപ്പിക്കുന്നവർ, സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർ, എവിടെ ജോലി ചെയ്യുന്നവരും ഈ ഒരു ബോധ്യത്തോടുകൂടി ജോലി ചെയ്യുവാണെങ്കിൽ, എന്താ വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ എന്താ പറയുമല്ലോ, ഇങ്ങനെ ഒരു ജാൺ വയറിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ ഉപജീവനത്തിന് വേണ്ടി, ലൈവ്ലിഹുഡിന് വേണ്ടി ജോലി ചെയ്യുന്നു. ആ ഭാവം മാറി ഞാൻ ദൈവത്തെയാണ് സേവിക്കുന്നത്, ദൈവത്തെ ശുശ്രൂഷിക്കുകയാണെന്ന് പറഞ്ഞു ഒരു പഞ്ചായത്ത് ഓഫീസിൽ, ഒരു വില്ലേജ് ഓഫീസിൽ, അല്ലെങ്കിൽ കളക്ടറേറ്റിൽ, എവിടെ ജോലി ചെയ്താലും, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ, ഒരു ഷോപ്പിൽ, എവിടെ ജോലി ചെയ്താലും ദൈവം മുമ്പാകെ അവൻ്റെ മഹത്വത്തിനായി ഞാൻ ജോലി ചെയ്യുന്നെന്ന ഭാവത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പെട്ടെന്ന് അന്തരീക്ഷം മാറില്ലേ? പക്ഷെ ആ ബോധ്യം പലപ്പോഴും ഇല്ലല്ലോ. പലപ്പോഴും അറ്റൻഡൻസ് മാത്രം രേഖപ്പെടുത്തി പോകുന്നവർ, കള്ളപ്പണി ചെയ്യുന്നവർ, കൈക്കൂലി മേടിക്കുക ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരെ നമ്മുടെ ചുറ്റിലും കാണുന്നില്ലേ? വെരി ഡേഞ്ചറസ്. സദൃശവാക്യങ്ങൾ 15-3 ഞെട്ടിപ്പിക്കുന്നൊരു സന്ദേശം നമുക്ക് നൽകുന്ന അവിടെ പറയുന്നത്, ദ ഐസ് ഓഫ് ദ ലോർഡ് ആർ എവ്രിവെയർ. ദൈവത്തിൻ്റെ കണ്ണുകൾ എല്ലായിടങ്ങളിലുമുണ്ട്. 4-ാമത്തെ പോയിന്റ് പറയാം. അക്കൗണ്ടബിലിറ്റി ലീഡ്സ് ടു ഇറ്റേണൽ റിവാർഡ്. ഉത്തരവാദിത്ത ബോധം നമ്മെ കൊണ്ടെത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ നയിക്കുന്നത് നിത്യമായ ചില പ്രതിഫലങ്ങളിലാണ്. യേശു കർത്താവ് നിരന്തരമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് ഫെയ്ത്ത്ഫുൾ സെർവൻസ്, വിശ്വസ്തദാസന്മാർ. അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. എവറി അൺസീൻ ആക്ട് ഓഫ് ഒബീഡിയൻസ് മാറ്റേഴ്സ് ടു ഗോഡ്. കാണാമറയത്ത് നമ്മൾ ചെയ്യുന്ന അനുസരണത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അത് കർത്താവ് കുറിച്ച് വയ്ക്കും. എവറി സാക്രിഫൈസ്, മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഒരു ദൈവദാസന് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ ചെയ്യുന്ന എല്ലാവിധ ത്യാഗമനോഭാവത്തോട് ചെയ്യുന്നതും ദൈവസന്നിധിയിൽ റെക്കോർഡഡാണ്. എവറി ഫെയ്ത്ത്ഫുൾ പ്രയർ, വിശ്വസ്തയോടെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? സ്വർഗത്തിൽ റെക്കോർഡുണ്ട്. എവറി ഓണസ്റ്റ് ഡിസിഷൻ, സത്യസന്ധതയോടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, എവറി ആക്ട് ഓഫ് സർവീസ് ആൻഡ് ഹെൽപ്പ്, സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക, എല്ലാറ്റിനും സ്വർഗത്തിൽ റെക്കോർഡുണ്ട്. ഗോഡ് റിമെമ്പേഴ്സ് ദം ഓൾ. ദൈവം സകലം ഓർത്ത് വയ്ക്കുന്നു. ചില വചനങ്ങൾ മത്തായി 25:21, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, വിശ്വസ്തനായ ദാസനെ, നല്ലവനായ ദാസനെ. എബ്രായലേഖനം 6:10. ദൈവം ഒരിക്കലും നാം ചെയ്യുന്ന സൽപ്രവൃത്തികൾ, നീതിപ്രവൃത്തികൾ മറന്നു പോകാൻ അനീതിയുള്ളവനല്ല.
1 Corinthians 15:58 പറയുന്നത് യുവർ ലേബർ ഇൻ ദ ലോഡ് ഈസ് നോട്ട് ഇൻ വെയിൻ. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. അപ്പം ദൈവം നോക്കും നമ്മുടെ പ്രത്യേകിച്ച് മറ്റുള്ളവരില്ലാത്ത സമയത്ത് ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിശ്വസ്തത. ഇതൊക്കെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ മഹാകൃപ വന്നിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവെ, നിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ വചനങ്ങൾ ആഴത്തിൽ പതിഞ്ഞ് സ്വഭാവം തന്നെ മാറട്ടെ. ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടാകട്ടെ, അക്കൗണ്ടബിലിറ്റി ഉണ്ടാകട്ടെ, ഇൻറ്റഗ്രിറ്റി ഉണ്ടാകട്ടെ, ഓണസ്റ്റി ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. വായ്ക്കകത്തുള്ള എന്തൊക്കെയോ ബ്ലിസ്റ്ററുകൾ പോലെ, വ്രണങ്ങൾ പോലെ ഒക്കെ വന്നിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ അത് ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടെല്ലിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. ഈ പൈൽസ് രോഗമുള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ മാറട്ടെ, അലർജികൾ മാറട്ടെ. താങ്ക് യു ഫാദർ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ വലിയൊരു വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കൈകൾ നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, രോഗസൗഖ്യമോ, സാമ്പത്തിക വിഷയങ്ങളോ, ദാമ്പത്യ വിഷയങ്ങളോ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളോ എന്തുമായിക്കോട്ടെ, വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ വിടുതൽ ആ വിഷയത്തിൽ കർത്താവ് കൽപ്പിക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. നിങ്ങൾക്ക് സ്ക്രീനിലെ പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം. വാട്സപ്പ് മെസ്സേജുകളായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പ് മെസ്സേജുകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അയക്കാം. എൻ്റെ പേഴ്സണൽ നമ്പർ ഒത്തിരി പേരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അയക്കാം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.